ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ വാർഷിക മൂല്യനിർണ്ണയം 2018-19 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നിങ്ങൾക്കറിയാം നിർദ്ദേശങ്ങൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. പിന്നെ ആകെ 10 പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ പ്രവർത്തനം 1 നോക്കിയേ. ഒരു പ്രദേശത്ത് നിന്ന് വന്ന മാറ്റം, ഒരു പ്രദേശത്തിന് വന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എന്താണ്, 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ആ പ്രദേശത്ത് 5 വർഷത്തിന് ശേഷം എന്താണ് ഈ അവസ്ഥയാണ്. കണ്ടോ, അതേ പ്രദേശം ഇന്നത്തെ അവസ്ഥയിൽ ഈ പ്രദേശമാണ് ഈ പ്രദേശമായി മാറിയത്. അപ്പൊ ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് നോക്കൂ, ഈ മാറ്റം ആവാസ വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ട് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇത് ഇവിടെ എന്താണ്, അവിടെ ഒരു എന്താണ് വയലും മരങ്ങളും നമുക്ക് ഉള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ, അതെന്താണ് ഫാക്ടറി ആയി മാറി അല്ലേ. അപ്പൊ ഇത് ഈ മാറ്റം ആവാസ വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതാ, ജീവജാലങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നു, മണ്ണിൽ ജലത്തിന്റെ ലഭ്യത കുറയുന്നു അല്ലെ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ നോക്കിയേ. എന്താണ് അടുത്ത ചോദ്യം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. മുള, ബാക്ടീരിയ, കുറുക്കൻ, ചേര അല്ലെ. ഉപഭോക്താക്കൾ, വിഘാടകർ, ഉൽപാദകർ, വിഘാടകർ അല്ലെ. ഇതിൽ ഏതൊക്കെയാണ്? മുള ഏതാണ്? ശരിയായ ജോഡി ഏതാന്ന് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ജോഡി വരുന്നത്? മുള ഉപഭോക്താക്കളാണ്, അല്ല അല്ലെ. ബാക്ടീരിയ വിഘാടകർ, അത് ശരിയാണ് അല്ലെ. അപ്പൊ ബാക്ടീരിയ വിഘാടകരാണ് കേട്ടോ. കുറുക്കൻ ഇതല്ല, ചേരന്റെ ഇതല്ല അല്ലെ. അപ്പൊ ബാക്ടീരിയ വിഘാടകരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരിയായ ജോഡി രണ്ടാമത്തതാണ്, അതെടുത്ത് എഴുതുക. നെക്സ്റ്റ്, പ്ലക്കാർഡ് ശ്രദ്ധിക്കൂ. നാട്ടിലിറങ്ങുന്ന പുലികളെ വെടിവെച്ച് കൊല്ലുക. ഏതാനും ആളുകൾ ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് നിങ്ങളുടെ പ്രതികരണം എന്ത് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇതെന്താണ്? ഭക്ഷ്യശൃംഖലയിലെ എന്താണ്, ഭക്ഷ്യശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പുലി എന്നും അല്ലെ. പുലി എന്താണ്, ഈ ഭക്ഷ്യശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് അല്ലെ. എന്താ, ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിൽ എന്താണ്, ഇവയുടെ നാശം വളരെ ദോഷകരമായി ബാധിക്കും എന്ന് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്താ? പ്രവർത്തനം 2 സ്ഥിരമായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ട കുട്ടിയെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇരുമ്പിന്റെ കുറവ് മൂലമാണെന്ന് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തി. ഇരുമ്പിന്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് കണ്ടെത്തി. എന്താ, ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ട കുട്ടിയെ ഡോക്ടറെ കാണിച്ചപ്പോൾ. അപ്പൊ ഈ രോഗാവസ്ഥയുടെ പേരെന്താണ്? ഏതാണ്? വിളർച്ച അല്ലെങ്കിൽ അനീമിയ അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ആവശ്യകത എന്ത്? നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അല്ലെ, ഇരുമ്പിന്റെ ആവശ്യകത എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിനാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ധാതുലവണങ്ങൾ അല്ലെ, കാൽഷ്യം, അയഡിൻ, പിന്നെ ഇവിടെ എന്താണ്, ശരീരത്തിൽ ജലം നിലനിർത്തുന്നു എന്നുള്ളത് സി എന്താന്നുള്ളത് എഴുതാനാ. അപ്പൊ ഇതെങ്ങനെ പൂർത്തിയാക്കുക? കാൽഷ്യത്തിൽ എന്താണ് വരുന്നത്? അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വരും സി എന്താണ്, ഇത് അയഡിൻ, കാൽഷ്യം, ഇവിടെ സോഡിയാണ് അല്ലെ. സോഡിയാണ് എന്ത്, ശരീരത്തിൽ ജലം നിലനിർത്തുന്നു എന്നുള്ളത് അല്ലെ. കാൽഷ്യം എന്താണ്, അതുപോലെ അയഡിൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ്, പ്രവർത്തനം 3. താഴെ തന്നിരിക്കുന്ന ജീവികളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് കൂട്ടങ്ങളാക്കി തരംതിരിക്കുക. മൂട്ട, പരാമീസിയം, അമീബ, ചെള്ള്, പാറ്റ, യുഗ്ലീന, കൊതുക്, ഉറുമ്പ്. ഇത് എന്താണ്, അവയുടെ സവിശേഷതകൾക്ക് അനുസരിച്ച്, ഫീച്ചേഴ്സിനനുസരിച്ച് കൂട്ടങ്ങളായി തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ കൂട്ടങ്ങളായി തരംതിരിക്കുക. കൂട്ടം 1 നമുക്ക് എന്താക്കാം? മൂട്ട, പാറ്റ, കൊതുക്, ഉറുമ്പ്, ചെള്ള് എടുക്കാം അല്ലെ. കൂട്ടം 2 അമീബ, പാരമീസിയം, യുഗ്ലീന എടുക്കുക അല്ലെ. ബഹുകോശ ജീവികളാണ് ഏകകോശ ജീവികൾ എന്ന മാനദണ്ഡം നിങ്ങൾ എന്താക്കണം, കണ്ടെത്തണം അല്ലെ. കൂട്ടം 1 കൂട്ടം 2 ഏതൊക്കെയാണ്? ബഹുകോശ ജീവികളും ഏകകോശ ജീവികളുമാണ് അല്ലെ. ആ കൂട്ടങ്ങളാക്കി തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം 1, ചിത്രം 2. ഇത് ഏതൊക്കെയാണ്? 1 എന്താ, ഇതെന്താണ്, ജന്തുകോശം. ഇതോ സസ്യകോശവും. സി, ചിത്രങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? നിങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ച ഘടകം ഏതാ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ സസ്യകോശത്തിലും അതുപോലെ ജന്തുകോശത്തിലും തമ്മിലുള്ള 2 ഡിഫറൻസ് നിങ്ങൾ എന്താക്കുക, എഴുതാണ്ട് വ്യത്യാസം. ഓക്കെ, അത് എഴുതിയാൽ മതി കേട്ടോ. പ്രവർത്തനം 4 എന്താണ്? വിവിധ സന്ദർഭങ്ങളിൽ മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി വ്യത്യസ്തമാണല്ലോ. താഴെ തന്നിരിക്കുന്ന രീതികൾക്ക് യോജിച്ച സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വിവിധ സന്ദർഭങ്ങളിൽ മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ താഴെ തന്നിരിക്കുന്ന രീതികൾക്ക് യോജിച്ച സന്ദർഭം എഴുതാനാണ്. പാറ്റൽ വീശൽ. ഈ പാറ്റൽ വീശൽ എന്തിനുള്ളതാണ്? എന്താണ്, ഈ നെല്ലും കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ നെല്ല് അതുണ്ടല്ലോ, അതായത് അരിയിൽ നിന്ന് ഉമി വേർതിരിക്കുന്നതാണ് അല്ലെ. പിന്നെന്താണ് ബാഷ്പീകരണം? എന്താണ് ബാഷ്പീകരണം? കടൽ ജലം വറ്റിച്ചിട്ട് എന്താണ്, ഉപ്പ് ഉണ്ടാക്കുന്നത് അല്ലെ, അതാണ് ബാഷ്പീകരണം.
പിന്നെ ചരിവ് തലം ഉപയോഗിച്ച് വേർതിരിക്കുന്നത് ഏതാണ്? ചരിവ് തലം ഉപയോഗിച്ച് വേർതിരിക്കുന്നത് ഏതാ? കടുകിൽ നിന്ന് മാലിന്യം നീക്കുക അല്ലെ. ഉരുക്കിയ ശേഷം അരിച്ചെടുക്കുന്ന എന്താ? ശർക്കരന്റെ അല്ലെ. ശർക്കരയിൽ നിന്ന് മാലിന്യം വേർതിരിക്കുക അല്ലെ. നെക്സ്റ്റ് ബി, ഘടകങ്ങളുടെ വലുപ്പ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന 2 സന്ദർഭങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഘടകങ്ങളുടെ വലുപ്പ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. ഏതാ എഴുതാൻ പറ്റുക? പുട്ടിനും പത്തിരിക്കും അരിപ്പൊടി തയ്യാറാക്കുന്നു അല്ലെ. പിന്നെ കെട്ടിട പണിക്ക് മണൽ വേർതിരിക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അലിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ഈ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അലിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? തെളിയൂറ്റൽ അല്ലെ. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം 5 ആണ് കേട്ടോ. ചിത്രം നിരീക്ഷിക്കൂ. ഈ ചിത്രം എവിടെയും കണ്ടുണ്ടോ? അറിയാലേ. ഈ നക്ഷത്ര സമൂഹങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചിത്രം 1 ഏതാണ്? സപ്തർഷികൾ അല്ലെ. ഒന്നെന്താണ്? സപ്തർഷികൾ. രണ്ടാമത്തേതോ? വേട്ടക്കാരല്ലേ. ഓക്കെ. ഈ നക്ഷത്ര സമൂഹങ്ങളെ തിരിച്ചറിഞ്ഞ് പേര് എഴുതാൻ പറഞ്ഞു. അത് സപ്തർഷികളും 1 വേട്ടക്കാരനാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? മേൽ പറഞ്ഞ നക്ഷത്രക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ആകാശത്ത് തലക്ക് മുകളിൽ കാണാം. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്ത് കാണാം. തിരുവാതിര എന്ന നക്ഷത്രത്തിനെ ഇതിൽ കാണാം. ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ അർദ്ധരാത്രിയോടെ ഇവയെ കാണാം. അപ്പോൾ ഈ പരിശോധന നോക്കുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ തിരിച്ചറിഞ്ഞ നക്ഷത്ര കൂട്ടങ്ങൾക്ക് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ ഈ സപ്തർഷികളും പിന്നെ അതുപോലെ വേട്ടക്കാരനല്ലേ. അപ്പോൾ ആ സമൂഹത്തിന് എന്താ യോജിച്ച പ്രസ്താവന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. സപ്തർഷികളിൽ വേറെ എഴുതുക, അതുപോലെ വേട്ടക്കാരനും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ്, ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു എന്നതിനുള്ള ശരിയായ കാരണം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് കൊണ്ടും സ്വയം തിരിയുന്നത് കൊണ്ടാണ്. ചന്ദ്രന്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും ഒരുപോലെ ആയതുകൊണ്ടാണ്. ചന്ദ്രനെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം മാറുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ സ്വയം തിരിയാത്തത് കൊണ്ടാണ്. ഇതിലേതാ ശരിയായ പ്രസ്താവന? രണ്ടാമത്തെ അല്ലെ. ചന്ദ്രന്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും ഒരുപോലെ ആയതുകൊണ്ട്. പ്രവർത്തനം 6. 2019 ജനുവരി 31 ഇടുക്കിയിൽ സൂര്യോദയം ഉണ്ടായത് രാവിലെ 6:44 എന്നാൽ ഇതേ ദിവസം കൊച്ചിയിൽ സൂര്യോദയം ഉണ്ടായത് 6:47 ഇതിന്റെ കാരണം എന്ത് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണം. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എന്താണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. തന്മൂലം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നു. കിഴക്ക് ഭാഗത്താണ് ഇടുക്കി തുടങ്ങിയ വസ്തുക്കളൊക്കെ നിങ്ങൾ എന്താക്കുക? എഴുതുക അല്ലെ. കിഴക്ക് ഭാഗത്താണ് എന്ത്? ഇടുക്കി അല്ലെ. അതുകൊണ്ടാണ് എന്ത് ഫസ്റ്റ് എവിടെ ഇതാക്കുന്നത്? ഇടുക്കിയിൽ ആദ്യം സൂര്യോദയം ഉണ്ടായത് അല്ലെ. ഓക്കെ. രാത്രിയും പകലും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലം അല്ലെ. നെക്സ്റ്റ്, ഭൂമിയിൽ വസ്തുക്കളുടെ നേരിന്റെ സ്ഥാനം മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം തന്നെ അല്ലെ. നെക്സ്റ്റ് പ്രവർത്തനം 7 ആണ് കേട്ടോ. വാഹനാപകടത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റ് വീണ് കിടക്കുന്ന കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായി നൽകിയ പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കുന്നു, തോളിലെടുത്ത് കൊണ്ടുപോകുന്നു, പരിക്കേറ്റ ഭാഗം തിരുമ്പുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു, ലഘുവ്യായാമങ്ങൾ ചെയ്യിക്കുന്നു, വീതിയുള്ള പലകയിൽ കിടത്തുന്നു. ഇവയിൽ നിന്നും ശരിയായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ വാഹനാപകടത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റ കുട്ടിക്ക് ഇതിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരീരഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കുന്നു എന്ന് എഴുതുന്നു. പിന്നെന്താണ്? വീതിയുള്ള പലകയിൽ കിടത്തുന്നു. പിന്നെ ഏതാണ്? ആശുപത്രിയിൽ എത്തിക്കുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. ഇവയിൽ അടുത്ത എന്താണ്? ബി, അസ്ഥിഭംഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അസ്ഥിഭംഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം, നീര് വന്ന് വീർത്തിരിക്കുന്നു, അല്പം വളവ് സംഭവിച്ചിരിക്കുന്നു, പരിക്കേറ്റ ഭാഗത്ത് ശക്തമായ വേദന അല്ലെ. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ. അടുത്ത, എന്തിനാണ് ഈ സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത്? സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് എന്താണ്? അസ്ഥിഭംഗം ഉണ്ടാകുമ്പോൾ ഒടിവുള്ള എല്ല് ഇളകാതിരിക്കാനാണ് എന്ത് ഈ സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 8 ആണ് കേട്ടോ. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിൽ സന്ധികൾ നമുക്ക് പരിചിതമാണല്ലോ. ഇത്തരം സന്ധികളുടെ പ്രത്യേകത എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിൽ സന്ധികൾ നമുക്ക് പരിചിതമാണ് അല്ലെ. ഇത്തരം സന്ധികളുടെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അതാണ് അല്ലേ അതിൻ്റെ പ്രത്യേകത. ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു.
ഉചിതമായ വസ്തുക്കൾ നിർദ്ദേശിച്ച് ഇത്തരം സന്ധികളുടെ പ്രവർത്തനം കാണിക്കുന്ന ഒരു മാതൃക നിർമ്മിക്കുന്ന വിധം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താക്കണം, വിജാഗിരി, റീപ്പർ, സ്ക്രൂ മുതലായ വസ്തുക്കളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കണം, എഴുതണം കേട്ടോ. അതിൻ്റെ നിർമ്മാണ രീതി നിങ്ങൾ വിശദീകരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ അതിലേ വരുന്നത് ഗോളരസന്ധിയെക്കുറിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ഒരു ഭാഗത്തേക്ക് മാത്രം ചലിക്കാൻ കഴിയുന്നു, ഇരു ദിശകളിലേക്ക് മാത്രം ചലിക്കാൻ കഴിയുന്നു, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഇടുപ്പല്ലിലെ സന്ധി ഇതിനൊരു ഉദാഹരണമാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഇടുപ്പല്ലിലെ സന്ധി ഇതിന് ഉദാഹരണമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനം 9 എന്താണ്, കാന്തം ഘടിപ്പിച്ച 2 പാവകളുടെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. അകന്നു നിൽക്കുന്ന പാവകളെ അടുപ്പിക്കാൻ ഇവയ്ക്ക് വരുത്തേണ്ട മാറ്റം എന്ത്, ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് അകന്നു നിൽക്കുന്ന ഇതിനെ, ഇവിടെ നോർത്താണ് അല്ലേ. അപ്പോൾ ഇവിടെ സൗത്തും ആയിരിക്കും അല്ലേ. അപ്പോൾ സൗത്തും അകന്ന് നിൽക്കും. അപ്പോൾ അതിന് ഏതെങ്കിലും എന്താണ് അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്ന് നോർത്ത് ഒന്ന് സൗത്ത് ആയാലും അടുത്തേക്ക് ഒട്ടിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പാവയുടെ കാന്തങ്ങൾ വിജാതീയ ധ്രുവങ്ങളിൽ ആകർഷിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോക്കിയാൽ ബി എന്താണ്, കണ്ടോ, കാന്തങ്ങളിലെ ABC ധ്രുവങ്ങൾ അടയാളപ്പെടുത്തുക. ധ്രുവങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. ഈ എ ഏതാണ്, ഇത് സൗത്ത് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് നോർത്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് സൗത്ത് ആയിരിക്കും, ഇത് നോർത്ത് ആയിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇരുമ്പ് പൊടി ആകർഷിക്കപ്പെട്ടിരിക്കുന്ന 2 ബാർ മേഖലയുടെ ചിത്രം നിരീക്ഷിക്കൂ. ഇതിൽ ശരിയായ ചിത്രം ഏത്, കാരണം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാ ശരിയായ ചിത്രം 2 ആണ് അല്ലേ. കാന്തശക്തി കൂടുതൽ ധ്രുവങ്ങളിലാണ് നിങ്ങൾ എന്താക്കണം, എഴുതണം. ഓക്കെ, അടുത്തത് എന്താണ്, കറിയുപ്പ്, അലൂമിനിയം, പഞ്ചസാര, ലായനി, ഓക്സിജൻ എന്നിവയിൽ ശുദ്ധ പദാർത്ഥമല്ലാത്തത് ഏത് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറിയുപ്പ്, അലൂമിനിയം, പഞ്ചസാര, ലായനി, ഓക്സിജൻ എന്നിവയിൽ ശുദ്ധ പദാർത്ഥമല്ലാത്തത് ഏത് വിശദീകരിക്കുക. പഞ്ചസാര ലായനിയാണ് അല്ലേ. പഞ്ചസാര ലായനിയിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ജലവും പഞ്ചസാരയും അല്ലേ. അടുത്തത് എന്താണ്, മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട 2 പരീക്ഷണ സന്ദർഭങ്ങൾ താഴെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പരീക്ഷണം 1, ഒരു ഗ്ലാസ്സിൽ മണ്ണെണ്ണയും അറക്കപ്പൊടിയും കലർത്തുന്നു. പരീക്ഷണം 2, ഒരു ഗ്ലാസ്സിൽ ജലവും പഞ്ചസാരയും കലർത്തുന്നു. ചുവടെ നൽകിയിരിക്കുന്ന നിരീക്ഷണ ഫലങ്ങൾ മേൽ പറഞ്ഞ ഏത് പരീക്ഷണ സന്ദർഭത്തിലേതാണെന്ന് കണ്ടെത്തുക. ഗ്ലാസ്സിലെ ജലത്തിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്നിരിക്കുന്നു. ഗ്ലാസ്സിലെ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണപ്പെടുന്നത് ഏതാ, പരീക്ഷണം 2 ആണ് അല്ലേ. ഗ്ലാസ്സിൽ വെള്ളവും പഞ്ചസാര ഇട്ട് കലക്കിയാൽ എന്താണ്, എല്ലായിടത്തും ലയിച്ചു ചേരും ചെയ്യും, പിന്നെന്താണ് ഒരേ ഗുണം കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ പരീക്ഷണം 2. ഓക്കെ, സി എന്താണ്, താഴെ പറയുന്ന മിശ്രിതങ്ങൾ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സംഭാരം, സോഡ, ഫ്രൂട്ട് സാലഡ്, ബ്രാസ്. അപ്പോൾ ഇത് എങ്ങനെ അനുയോജ്യമായ രീതിയിൽ നമുക്ക് പട്ടികപ്പെടുത്താൻ പറ്റുക. ഏകാത്മക മിശ്രിതങ്ങളും പിന്നെന്താണ്, എന്താണ് ഏകാത്മക മിശ്രിതം, മറ്റേത് ഏതാണ് ഭിന്നാത്മക മിശ്രിതം അല്ലേ. അത് 2 സെപ്പറേറ്റ് ആയിട്ട് എന്താക്കുക, പട്ടികപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതുക, എന്താണ് എക്സാം എഴുതാൻ പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.